നവംബർ 2 സകല മരിച്ചവരുടെയും തിരുനാൾ. സഭയിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നവംബർ 2. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാരമ്പര്യം എല്ലാ മതങ്ങളിലുമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുമതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, യേശുവിൻ്റെ വരവിന് മുമ്പ് തന്നെ യഹൂദർ ഈ പാരമ്പര്യത്തിൽ നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കാണുവാനുള്ള തെളിവുകളുണ്ട്. ഹിന്ദുമതം, മറ്റു മതങ്ങൾ, എല്ലാ മതത്തിലും മരണാനന്തര ജീവിതമുണ്ടെന്നും ആ മരണാനന്തരത്തിൽ ദൈവവുമായിട്ട് എത്തിച്ചേരാൻ സാധിക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവും പാരമ്പര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. സഭ ആരംഭം മുതൽ തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള പഠനം നൽകിയിരുന്നു. വിവിധ സഭകളിൽ അത് വിവിധ തീയതികളിലായിരുന്നു. നവംബർ 2 എന്നുള്ളൊരു തീയതി കൃത്യമായിട്ട് ആരംഭിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വിശ്വാസം പൗരസ്ത്യ സഭയിലും പാശ്ചാത്യ സഭയിലും ഒരുപോലെ ശക്തമാണ്. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൃത്യ ദിവസം ലത്തീൻ സഭയിൽ അത് നവംബർ 2 നിജപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ലത്തീൻ സഭയിൽ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളുണ്ടായിരുന്നു. എന്നാൽ 16-ാം നൂറ്റാണ്ടോടുകൂടി അത് ഏകീകരിക്കുകയാണ് ഉണ്ടായത്. പൗരസ്ത്യ സഭകളിൽ വ്യത്യസ്തമായ സഭകൾ, 23 വ്യത്യസ്ത സഭകൾ, അവരുടെ പാരമ്പര്യങ്ങളും വ്യത്യസ്തമാണ്. ബൈസന്റൈൻ സഭയിൽ നോമ്പിന് മുൻപുള്ള ആഴ്ചകളിൽ മരിച്ചവരെ ഓർക്കുന്നു. പന്തക്കുസ്ത തിരുനാളിൻ്റെ തലേ ദിവസം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പൗരസ്ത്യ സഭകളിൽ ഒരു കൃത്യമായ ദിവസമല്ല, വിവിധ ദിവസങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാരമ്പര്യമുണ്ട്. പൗരസ്ത്യ സഭകളിൽ തന്നെ ആ ദിവസങ്ങളിൽ ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന രീതിയുള്ള പൗരസ്ത്യ സഭകളുമുണ്ട്. എന്നാൽ പാശ്ചാത്യ സഭയിൽ നവംബർ 2 മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മളുടെ വലിയ കടമകളിലൊന്നാണ്. സഭയെ വിശേഷിപ്പിക്കുന്നത് വിജയസഭ, സമരസഭ, സഹനസഭ എന്നാണ്. വിജയസഭ എന്നാൽ വിജയം വരിച്ച് ഈ ലോകത്തിൽ സമരം ചെയ്ത് വിജയം വരിച്ച് സ്വർഗത്തിലെത്തിയവർ, ദൈവത്തോടൊപ്പം അവരെയാണ് വിശേഷിപ്പിക്കുന്നത് വിജയസഭ. സമരസഭ എന്നാൽ ഈ ലോകത്തിൽ ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ധീരതയോടെ നേരിടുകയാണ്. തിന്മകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി ജീവിക്കുന്ന വ്യക്തികളെ, ആ സഭയാണ് സമരസഭ. സഹനസഭ എന്നാൽ സ്വർഗത്തിലേക്ക് എത്തുവാൻ സാധിച്ചില്ല, എന്നാൽ സമരസഭയിൽ നിന്ന് യാത്ര പറയുകയും ചെയ്തു. ഈ സഭകളെല്ലാം ഒന്ന് തന്നെയാണ്, ഒരു സഭയേ ഉള്ളൂ. എന്നാൽ സ്വർഗത്തിലുള്ളവരും ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും എല്ലാം ഒരു സഭയുടെ അംഗങ്ങളാണ്. വിജയസഭ, സമരസഭ, സഹനസഭ. ഈ സഭയിൽ നമുക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മരിച്ചതിന് ശേഷമുള്ള ജീവൻ നമുക്കുണ്ടോ? ഇതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ വ്യക്തമായിട്ട് സഭ നമുക്ക് നൽകുന്നുണ്ട്. സ്വർഗത്തിലേക്ക് കയറിയ ശേഷം തിരികെ വന്ന ആരെയും നാം കണ്ടിട്ടില്ല. അതുകൊണ്ട് അപ്പസ്തോലന്മാർ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ആധാരമായിട്ട് നിൽക്കുന്നത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ ദൈവമെല്ലാം വെളിപ്പെടുത്തുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുക, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ ദൈവം നമ്മെ തന്നെ വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ സഭാപിതാക്കന്മാരിലൂടെയും കാലാകാലങ്ങളിൽ നടന്ന സൂനഹദോസുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ, വിശുദ്ധ അഗസ്തീനോസ്,
വിശുദ്ധ സിപ്രിയാൻ, മാർ എഫ്രേം, മഹാനായ വിശുദ്ധ ഗ്രിഗരി, ഇങ്ങനെ നിരവധിയായ സഭാപിതാക്കന്മാർ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നമ്മുടെ വിധിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമെല്ലാം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വചനത്തെ ആധാരമാക്കിയും ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനെ അടിസ്ഥാനത്തിലുമാണ് നാം ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ മരണാനന്തര ജീവിതം നാം ആരും കണ്ടിട്ടില്ല, എന്നാൽ സ്വർഗം അതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവം നമുക്കത് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം അത് ആഴത്തിൽ വിശ്വസിക്കുകയാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ തന്നെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നിത്യജീവനിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസ പ്രമാണത്തിൽ അത് ഏറ്റുചൊല്ലുമ്പോൾ നമ്മെ വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ വിശ്വാസമാണ്, നിത്യജീവനിലുള്ള വിശ്വാസമാണ് നാം ഈ നവംബർ 2 പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. മരണശേഷം മരണത്തെക്കുറിച്ച് നിരവധിയായ കാര്യങ്ങളുണ്ട്. തനത് വിധി, ശുദ്ധീകരണ സ്ഥലം, നരകം, സ്വർഗം, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇവിടെ വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. എപ്പോഴാണ് വിധി ഉണ്ടാകുന്നത്? തനത് വിധി. മരിച്ചാൽ ഉടൻ തന്നെ അവൻ്റെ വിധി പ്രസ്താവിക്കപ്പെടും എന്ന് സുവിശേഷത്തിനെ ആധാരമാക്കി സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അവനവൻ ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ അവൻ ഉത്തരം നൽകേണ്ടി വരും. നന്മ ചെയ്തവർ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവർ നരകത്തിലേക്കും പോകും. ലാസറിൻ്റെ ഉപമയിൽ ഈശോ പഠിപ്പിക്കുന്നത് മറ്റൊന്നല്ല. ലാസർ മരിച്ചു. ലാസറിൻ്റെ ഉപമ എപ്രകാരമായിരുന്നെന്ന് ലാസറിൻ്റെ ഉപമയെയും അപ്രകാരം തന്നെ നല്ല കള്ളൻ്റെയും സംഭവങ്ങൾ എടുത്തുകൊണ്ട് മഹാനായ വിശുദ്ധ ഗ്രിഗരി നമ്മെ പഠിപ്പിക്കുകയാണ്. നല്ല കള്ളനോട് ഈശോ പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. അപ്പോൾ തനത് വിധി, മരണത്തിന് ശേഷം ഉടൻ തന്നെ വിധി നടക്കുന്നതിൻ്റെ സൂചനകളാണ് ഇവിടെ കാണുക. മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിൻ്റെ ചിത്രം ഈശോ അവതരിപ്പിക്കുമ്പോൾ തനത് വിധി എത്ര ശക്തമാണ്. മരിച്ചാൽ ഉടൻ തന്നെ അവന് വിധിയുണ്ടാകും എന്നതിൻ്റെ സൂചനകളാണ്. ഞാൻ മരിച്ച് ക്രിസ്തുവിനോട് ചേരുക എന്നതാണ് എൻ്റെ ആഗ്രഹമെന്ന് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. മരിച്ചാൽ സ്വർഗത്തിൽ ചേരുക. ഹെബ്രയർക്കുള്ള ലേഖനത്തിൽ വിവിധ ഭാഗങ്ങളിൽ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം മരണശേഷം ചേരുന്ന വിശ്വാസിയുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്നുണ്ട്. മരിച്ച വിശുദ്ധർ സ്വർഗത്തിലെത്തിയതായിട്ട് സൂചനകൾ നമുക്കുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യ അവർ ഭൂമിയിലായിരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സ്വർഗത്തിൽ എത്തുമ്പോൾ ചെയ്യുമെന്ന്. ഞാൻ നല്ലൊരു മിഷനറിയാണ്, സ്വർഗത്തിൽ നിന്ന് റോസാപ്പൂക്കൾ വർഷിക്കും. എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം ആ കൊച്ചു വിശുദ്ധിയിലൂടെ പ്രവചനം നടത്തിയത്. സ്വർഗത്തിൽ പിതാവായ ദൈവത്തോടൊപ്പം ഞാൻ ചേരുമെന്നും ഭൂമിയിൽ ചെയ്തതിനേക്കാൾ കാര്യങ്ങൾ സ്വർഗത്തിലിരുന്ന് ഞാൻ ചെയ്യുമെന്നും അവൾ പ്രസ്താവിക്കുമ്പോൾ ആ പ്രസ്താവം എത്ര ശരിയായി എന്ന് കാലം തെളിയിക്കുന്നില്ലേ? ഭൂമിയിലായിരിക്കുമ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ആർക്കും തന്നെ അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ മരണശേഷമോ ലോകത്തിൽ അവളെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? വിശ്വാസികൾക്ക് എല്ലാവർക്കും അവൾ കൂട്ടുകാരിയാണ്, വിശുദ്ധയാണ്, സഹായിയാണ്. അപ്പോൾ തനത് വിധിയെക്കുറിച്ചുള്ള വളരെ നല്ല സൂചനയാണ് വിശുദ്ധിയിലൂടെ നമുക്ക് നൽകുന്നത്. എല്ലാ വിശുദ്ധരെക്കുറിച്ചും നമുക്കിത് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അപ്പോൾ തനത് വിധി അത് സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പ്രബോധനത്തിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നു, കൃത്യമായി പഠിപ്പിക്കുന്നു. മരിച്ചതിന് ശേഷം ഉടൻ തന്നെ അവൻ്റെ വിധി പ്രസ്താവിക്കപ്പെടുകയാണ്. അവൻ്റെ നന്മയനുസരിച്ച് അവന് സ്വർഗവും തിന്മയനുസരിച്ച് അവന് നരകവും ലഭിക്കുമെന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൽ
കൃത്യതയോടുകൂടി ജീവിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നതാണ് തനത് വിധിയെക്കുറിച്ചുള്ള ആഴമായ അവബോധം. മരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രവൃത്തികളുടെ പ്രതിഫലമായിട്ട് അപ്പോൾ തന്നെ വിധിയുണ്ടാകും. അതുകൊണ്ട് നാം ശ്രദ്ധയോടെ ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മരണത്തിന് ശേഷം നന്മ ചെയ്തവർക്ക് ദൈവം സ്വർഗം നൽകും. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ അതാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കുന്നതിന് വീണ്ടും വന്ന് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അതുകൊണ്ട് ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് ഈശോ പറയുകയാണ്. പിതാവായ ദൈവത്തോടൊപ്പം ചേർന്നുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഈശോ ശിഷ്യന്മാരെ കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഈശോയുടെ പഠനമാണ് നമുക്ക് ആധാരമായിട്ട് നിൽക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഈശോ സ്വർഗത്തെപ്പറ്റി പഠിപ്പിച്ചു, പിതാവിനെക്കുറിച്ച് പഠിപ്പിച്ചു. ഒരു ചുവട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അടുത്ത ചുവട് സ്വർഗത്തിലായിരിക്കണം, നിത്യതയിലായിരിക്കണം എന്ന ആശയം ഈശോ എന്നും അവതരിപ്പിക്കുകയാണ്. എല്ലാ പഠനങ്ങളുടെ ഓരോ നിമിഷത്തിലും അവതരിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞ് മിഷൻ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ചെത്തിയ അപ്പസ്തോലന്മാർ സന്തോഷത്തോടു കൂടി ഈശോയോട് പറയുകയാണ്, പിശാചുക്കൾ നിൻ്റെ നാമത്തിൽ കീഴടങ്ങി. അപ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട്, അതെല്ലാം ലൗകികമായ ചിന്തകളാണ്, അതിലൊന്നും അഭിമാനിക്കേണ്ട, മറിച്ച് നിൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് സന്തോഷിക്കുക. അപ്പോൾ ഈ ഭൂമിയിൽ ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കണം അതിനെ സ്വീകരിക്കേണ്ടത്? സ്വർഗത്തിൽ എൻ്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിന്ത, ഒരു കണ്ണ്, ഒരു നിമിഷം, ഒരു ശ്രദ്ധ സ്വർഗത്തിലായിരിക്കണം. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ ഭൂമിയിൽ എൻ്റെ പ്രവൃത്തികളെ ക്രമീകരിക്കുവാൻ സഹായിക്കേണ്ടതെന്ന് ഈശോ പഠിപ്പിക്കുക. ധനികനായ മനുഷ്യൻ്റെ കഥ പറഞ്ഞതിന് ശേഷം ഈശോ എന്താണ് പറയുന്നത്? മൂഢാ, ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ദൈവം എടുത്താൽ എവിടെയായിരിക്കുമെന്ന്. അതായത് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകളോടുകൂടി ലൗകികമായ അന്ധകാരത്തിൻ്റെ ഒരു സംസ്കാരം, ഒരു കമ്പോള സംസ്കാരത്തിൽ നാം ജീവിക്കുവാൻ പാടുള്ളൂ. പലപ്പോഴും നാം അത് മറന്നു പോവുകയാണ്. 10 കന്യകമാരുടെ കഥ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ കാത്തിരിക്കണം എന്ന ആശയം ഈശോ അവതരിപ്പിക്കുന്നില്ലേ? ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് ഏതാണ്? വലിയ അമൂല്യമായ രത്നം. അത് കണ്ടെത്തുമ്പോൾ മറ്റുള്ളതെല്ലാം വിറ്റ് ആ രത്നം സ്വന്തമാക്കുന്ന രത്നവ്യാപാരിയുടെ കഥ ഈശോ അവതരിപ്പിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചല്ലാതെ മറ്റെന്താണ്? അമൂല്യമായ ആ നിധി കണ്ടെത്തുന്ന കർഷകന് മറ്റെല്ലാം വിറ്റിട്ട് ആ സ്ഥലം വാങ്ങുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഇങ്ങനെ ഈശോയുടെ പഠനങ്ങൾ നാം പഠിക്കുകയാണെങ്കിൽ, വിലയിരുത്തുകയാണെങ്കിൽ ഈശോയുടെ പ്രവൃത്തികളെല്ലാം തന്നെ സ്വർഗോത്മുഖമായിരുന്നു, സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ സ്വർഗം നാം ഈ ലോകത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലമായി ദൈവം നൽകുന്നതാണ്. അത് അമൂല്യമായ സമ്പത്താണ്. ഈ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യക്തമായിട്ട് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരികയാണ്. പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ വലിയ ദർശനം. യാക്കോബിന് ദർശനമുണ്ടായി, സ്വർഗം തുറന്നു, മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അനുഭവം. യേശയ്യായുടെ വലിയ ദർശനം, സ്വർഗത്തിൽ മാലാഖമാർ പരിശുദ്ധരെന്ന് പാടുന്ന അനുഭവം, ബലിപീഠത്തിൽ കനലെരിയുന്ന അനുഭവം. ഇതെല്ലാം തുറക്കപ്പെടുന്നത്, വിശുദ്ധർക്ക് അനുഭവമാകുന്നത് പഴയ നിയമത്തിൽ നാം കാണുകയാണ്. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നില്ലേ, സ്വർഗത്തിലേക്ക് കരേറിയ ഒരു മനുഷ്യനെ എനിക്കറിയാം, ശരീരത്തോടു കൂടിയോ അല്ലാതെയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വർഗത്തെക്കുറിച്ച് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ ഒരനുഭവത്തെക്കുറിച്ച് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതും ഗ്രഹിക്കുവാൻ സാധിക്കാത്തൊരനുഭവം.
ദൈവവുമായിട്ടുള്ള വലിയ സ്നേഹത്തിൽ, ത്രിത്വത്തിൻ്റെ വലിയ സ്നേഹത്തിൽ ഒന്നായി ചേരുന്നതാണ് സ്വർഗം. ആ സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ ക്ഷണിക്കുക. അപ്പോൾ സ്വർഗം എന്നുള്ളത് ദൈവവുമായിട്ടുള്ള ഒന്നായി ചേരലാണ്. അതെന്നും നിലനിൽക്കുകയാണ്. അത് വലിയ സത്യവുമാണ്. അത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വിശുദ്ധരിലൂടെ, വചനത്തിലൂടെ നാം അത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ തിന്മ ചെയ്തവർക്ക് ലഭിക്കുക എന്താണ്? അത് നരകമാണെന്ന് ഈശോയുടെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ലോകാരംഭം മുതൽ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ പറയുക. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നില്ലേ? ലോകാരംഭം മുതൽ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം. അപ്പോൾ സ്വർഗരാജ്യം ലോകാരംഭം മുതൽ സജ്ജമാക്കിയിരിക്കുന്നതാണ്. നാം ജനിക്കുന്നതിന് മുൻപേ തന്നെ നമുക്കായിട്ട് സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം. എന്നാൽ ഈ ലോകത്തിൽ നന്മ ചെയ്യാത്തവർക്ക് എവിടെയാണ് സമ്മാനം ലഭിക്കുക? അത് നരകമാണെന്ന് ഈശോ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. തിന്മ ചെയ്തവർക്ക് ലഭിക്കുക നരകമാണ്. ലാസറിൻ്റെ ഉപമയിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ, ചെറിയവരിൽ ഒരുവന് ചെയ്യാതിരുന്നപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്, അതുകൊണ്ട് ശപിക്കപ്പെട്ടവരെ നിങ്ങൾ നിത്യ നരകാഗ്നിയിലേക്ക് പോകുവിൻ. അപ്പോൾ നരകം ദൈവത്തെ അനുഭവിക്കാത്ത അവസ്ഥയാണ്. അതൊരു പ്രത്യേക സ്ഥലമായിട്ട് സാധാരണ ബുദ്ധിക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവസ്നേഹം അനുഭവിക്കാത്ത ഒരവസ്ഥയിലേക്ക് പാപം ചെയ്യുന്നവർ കടന്നു പോകുന്നതാണ് നരകം. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ലോകത്തിൽ തന്നെ നാം അനുഭവിക്കുമ്പോൾ എത്രയോ സമാധാനമുണ്ട്. എന്നാൽ ദൈവസാന്നിധ്യമില്ലാത്തവർക്ക് ഈ ലോകത്തിൽ തന്നെ ജീവിതം എത്രയോ നരകമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുതന്നെയാണ് മരണശേഷവും. മരണാനന്തരം ഈ ലോകത്തിൽ നന്മ ചെയ്യാത്തവർക്ക് ദൈവസ്നേഹം അനുഭവിക്കാത്ത അവസ്ഥയാണുള്ളത് എന്ന് മഹാനായ വിശുദ്ധ ഗ്രിഗരി വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കാത്ത, ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കാത്ത അവസ്ഥ നരകം. അവന് ഈ ലോകത്തിൽ മാരകമായ പാപങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് നരകം. അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കുകയില്ല. ദൈവം കാരുണ്യവാനാണ്, കൃപ നിറഞ്ഞവനാണ്, കരുണാമയനാണ്, അതിരുകളില്ലാത്ത സ്നേഹമാണ് നൽകുന്നവനാണ്. അതുകൊണ്ട് ഒരിക്കലും നരകമുണ്ടാകുകയില്ല, ശിക്ഷയുണ്ടാകുകയില്ല എന്ന് കരുതുന്നവരുണ്ട്. അത് മൗഢ്യമാണ്. അവനവൻ ഈ ലോകത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവൻ അനുഭവിച്ചേ സാധിക്കൂ. അതുകൊണ്ട് അവൻ നിത്യ നരകം, ദൈവത്തിനെ സ്നേഹിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ, അത് വലിയ വേദനാജനകമാണ്. വിശുദ്ധ അഗസ്തീനോസ് മറ്റ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. താൻ ജീവിച്ച കാലഘട്ടങ്ങളിൽ ചെയ്ത കൽപ്പനകൾക്കെതിരെ ചെയ്ത വലിയ തിന്മകൾ അവൻ്റെ മുന്നിലൂടെ കടത്തിവിടും. അപ്പോൾ അവനത് വലിയ വേദന നൽകും. ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് വലിയ വേദനയാണ്. അത് നരകമാണ്. അത് അഗ്നിയായിട്ട് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഗ്നിയെക്കുറിച്ചുള്ള സൂചനകളാണ് നമുക്കവിടെ കിട്ടുക. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാത്ത അവസരങ്ങൾ അത് അഗ്നിയിൽ എന്നതുപോലെയാണ്. അത് വേദനാജനകമാണ്. അതാണ് നരകം. അപ്പോൾ നാം ഈ ലോകത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലമായി നിത്യനരകം അത് സഭ നമ്മെ പഠിപ്പിക്കുന്നു. അത് നിത്യസത്യവുമാണ്. മരണാനന്തര ജീവിതത്തിൽ നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും ലഭിക്കും. എന്നാൽ സഭ പഠിപ്പിക്കുന്നു ശുദ്ധീകരണ സ്ഥലം. സഭയുടെ വിവിധ കൗൺസിലുകളും സഭാപിതാക്കന്മാരും ഒരുപോലെ പഠിപ്പിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലം. അതൊരു പ്രത്യേക സ്ഥലമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല. ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ എടുത്ത് പരിശുദ്ധാത്മാവിന് എതിരായുള്ള പാപം ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ഈശോ പഠിപ്പിച്ചല്ലോ. മഹാനായ വിശുദ്ധ ഗ്രിഗരി പറയുന്നത്, അപ്പോൾ ചില പാപങ്ങൾ വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടുമെന്നാണല്ലോ എന്ന്. പരിശുദ്ധാത്മാവിനെതിരായ പാപം വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല. എന്നാൽ ചില പാപങ്ങൾ അപ്പോൾ ക്ഷമിക്കപ്പെടാമല്ലോ. അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടും,
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. സഭ പണിയപ്പെടുകയാണ്, അടിസ്ഥാനം യേശുവാകുന്ന യേശുവിൻ്റെ ശരീരമാണ്. ഇതിൽ ഓരോരുത്തർക്കും പണിയാം, എന്നാൽ അവസാന നാളിൽ അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. നന്മ ചെയ്തവർക്ക് വിശുദ്ധിയും തിന്മ ചെയ്തവർക്ക് നരകവും ലഭിക്കുമെന്ന സൂചന വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലം, അവിടെ നമ്മൾക്ക് ഈ ലോകത്തിൽ ചെയ്ത ചെറിയ പാപങ്ങൾ, മാരകമല്ലാത്ത പാപങ്ങൾ, അവ ക്ഷമിക്കപ്പെടുവാൻ വേണ്ടി ഒരു കാലഘട്ടം ആവശ്യമാണ്. അതാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് സഭ പഠിപ്പിക്കുന്നത്. മഹാനായ വിശുദ്ധ ഗ്രിഗരി പറയുന്നു, അഗ്നിയിലുള്ള സ്നാനം അത് സ്വീകരിക്കണം. അപ്പോൾ ഒരു സ്നാനമായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുക. എന്നാൽ ഈ സ്നാനം അദ്ദേഹം കൃത്യമായി പഠിപ്പിക്കുന്നു, ഇതിൽ ഇരുമ്പോ ചെമ്പോ ഒന്നും തന്നെ ശുദ്ധീകരിക്കപ്പെടുകയില്ല. അതായത് മാരകമായ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയില്ല, അവർക്ക് നിത്യനരകാഗ്നി തന്നെയാണ്. എന്നാൽ മനഃപൂർവ്വമല്ലാത്ത ലഘുവായ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ക്ഷമിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ നവംബർ 2-ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത്. അവർ ശുദ്ധീകരണ സ്ഥലത്ത് ആണെങ്കിൽ, ഈ ലോകത്തിൽ ഏതെങ്കിലും പാപം അവർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി, അവരുടെ പാപങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രായശ്ചിത്തമായിട്ട് നാം വിശുദ്ധ ബലി അർപ്പിക്കുന്നു, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പ്രവൃത്തികൾക്ക് സാധ്യതയുണ്ട്, അവരുടെ മോചനത്തിന് സാധ്യതയുണ്ടെന്ന് സഭ വളരെ ശക്തമായി പഠിപ്പിക്കുകയാണ്. ഇതിനുള്ള സൂചനകൾ മക്കബായരുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യഹൂദർ തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾക്ക് മോചനം ലഭിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഒരു പാത്രം, ഒരു ഗ്ലാസ് താഴെയിട്ടു, അതിന് എന്നോട് ക്ഷമിക്കണമേ എന്ന് അതിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ലല്ലോ, നമുക്ക് ആ ഗ്ലാസ് തിരികെ കൊടുക്കണ്ടേ. അപ്പോൾ അതിന് കടങ്ങൾ, നമ്മുടെ പാപങ്ങൾക്കുള്ള കടങ്ങളുണ്ട്, അത് മോചിക്കപ്പെടണം. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ കടമ നമുക്കുണ്ട്. അവർ ഒരുപക്ഷെ സ്വർഗത്തിൽ കയറാതെ, എന്നാൽ അവർ സഹന സഭയിലാണെങ്കിൽ അവരുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുക. എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവമുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ പുസ്തകം വായിക്കുമ്പോഴാണ്, ആ ജീവചരിത്രം പഠിക്കുമ്പോഴാണ് എനിക്കൊരു വൈദികനാകാനുള്ള ആഗ്രഹമുണ്ടായത്. അപ്പോൾ അതിൽ ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ മോട്ടോ, എനിക്ക് ആത്മാക്കളെ തരിക. ഞാൻ ആ മോട്ടോ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ ശുശ്രൂഷകളിൽ ഒരാത്മാവിനെ പോലും എനിക്ക് രക്ഷിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ. എവിടെയും സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ആളുകളെ മാനസാന്തരപ്പെടുത്തി ക്രിസ്ത്യാനികളാക്കാൻ കഴിയുന്നില്ലല്ലോ, ഈ ചിന്തയായിരുന്നു. എന്നാൽ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ദർശനം ലഭിക്കുകയാണ്. ആത്മാക്കളെ രക്ഷിക്കുക എന്നാൽ സഹന സഭയിലുള്ള ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ളതാണെന്ന്. വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ പുസ്തകം വായിക്കുവാൻ ഒരു പ്രത്യേകമായ പ്രചോദനം എനിക്ക് ലഭിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, എൻ്റെ ജീവിതം മുഴുവൻ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അവർ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം സമർപ്പിച്ചത്. അപ്പോൾ എനിക്ക് ലഭിച്ച ആ ഒരു പ്രചോദനം, അത് നവമാലികയിൽ വ്യക്തമായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ അതിലൂടെ ഈശോ എന്നെ അത് പഠിപ്പിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് സാധാരണമല്ലാത്ത ജോലികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ സാധിക്കുകയില്ല, എന്നാൽ എനിക്കത് എൻ്റെ മനസ്സിന് വിപരീതമായിട്ട് ഞാൻ ആ ജോലി ചെയ്യും. അപ്പോൾ ആ ഓരോ ജോലിയും എനിക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയാണ്. നമ്മൾ ഭക്ഷണശാലയിൽ പാത്രം ആരെങ്കിലും കഴുകാതെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ പാത്രം കഴുകേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല, എന്നാൽ ഞാനത് എടുത്തു കൊണ്ടുപോയി കഴുകും. അപ്പോൾ ഞാൻ വിചാരിക്കും, ഒരാത്മാവ് രക്ഷപ്പെട്ടാൽ അതായല്ലോ. എൻ്റെ ജോലി തിരക്കിനിടയിൽ ഒരുപക്ഷെ ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യുവാൻ തുടങ്ങുമ്പോഴായിരിക്കാം ആരെങ്കിലും
ഒരു സന്ദർശനം ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നത്. എന്നാൽ വളരെ അസൗകര്യമുള്ള സമയം എങ്കിലും ഞാൻ കരുതും ആ വ്യക്തിക്ക് നന്മയുണ്ടാകട്ടെ, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ആ വ്യക്തിയെ സ്വീകരിക്കും. അങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് താല്പര്യമില്ലാത്ത, നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളായിരിക്കാം, വിഷമമുണ്ട് ആ അവസരത്തിൽ. എന്നാൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർ വലിയ സന്തോഷമുണ്ട്, അവർക്ക് വലിയ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും, അവർക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ സാധിക്കും. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ വലിയ കടമയാണ്. അതുകൊണ്ട് ആ അവസ്ഥയിൽ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ നമുക്ക് വിശുദ്ധ കുർബാന ചൊല്ലിച്ചുകൊണ്ട്, ഉപവസിച്ചുകൊണ്ട്, ദാനധർമ്മം നൽകിക്കൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് സഭ. ആ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന, അത് ഓർമ്മിക്കുന്ന ദിവസമാണ് നവംബർ 2. നമ്മുടെ ജീവിതത്തിൽ സ്വർഗവും നരകവും തനത് വിധിയും നാം കണ്ടു. എന്നാൽ അന്ത്യവിധിയുണ്ടെന്നും ഈശോ പഠിപ്പിക്കുന്നു. അവസാന ദിവസം കാഹളശബ്ദത്തോടുകൂടി കടന്നു വരുന്ന യേശുവിൻ്റെ ചിത്രവും നമ്മുടെ മുൻപിൽ വ്യക്തമായിട്ടുണ്ട്. അത് അവിടുത്തെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് അന്ത്യവിധി. അവിടുന്ന് ദൈവദൂതന്മാരാൽ പരിസേവിതനായി വാനമേഘങ്ങളിൽ കുരിശടയാളത്തോടുകൂടി കടന്നു വരും. ആ നിമിഷത്തിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടും എന്ന് പഠിപ്പിക്കുകയാണ്. നാം അത് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതിയോട് സഹകരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അന്ത്യവിധി. നമുക്ക് തനത് വിധിയോടൊപ്പം തന്നെ അന്ത്യവിധിയും ഉണ്ട് എന്ന് സഭ പഠിപ്പിക്കുകയാണ്. അത് നാം ഉൾക്കൊള്ളുകയാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികൾ വലിയ രഹസ്യങ്ങളാണ്. വിശുദ്ധരിലൂടെയും സഭാപിതാക്കന്മാരിലൂടെയും കൗൺസിലുകളിലൂടെയും വചനത്തിലൂടെയും അതെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കണം, മനസ്സിലാക്കുവാൻ സാധിക്കണം. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈശോ നമ്മെ പഠിപ്പിച്ചതുപോലെ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് എപ്പോഴും ജീവിക്കുക. ഒരു ചുവട് ഈ ഭൂമിയിലാണെങ്കിൽ മറു ചുവട് സ്വർഗത്തിലായിരിക്കട്ടെ. അപ്പോൾ നമുക്ക് പാപത്തിൽ ജീവിക്കാതിരിക്കുവാൻ കഴിയും. മരണത്തിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടെ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കടമ വിശുദ്ധിയോടുകൂടി ജീവിക്കുക, സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുക, 10 കൽപ്പനകൾ ലംഘിക്കാതെ ഓരോ നിമിഷവും ദൈവസ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ ദിവസങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കണം. നമ്മുടെ പ്രവൃത്തികൾ മൂലം നമ്മൾ ഒരിക്കലും നരകത്തിലേക്ക്, ദൈവസ്നേഹം അനുഭവിക്കാത്ത ആ അവസ്ഥയിലേക്ക് പോകുവാൻ സാധിക്കരുതേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് അപേക്ഷിക്കാം. അവിടുത്തെ സ്നേഹം എന്നും അനുഭവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നവംബർ 2 സകല മരിച്ചവരുടെയും തിരുനാൾ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ, അവരുടെ സഹനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നിത്യതയിലേക്ക് അവരെ ചേർക്കണമേ എന്ന് നമുക്ക് സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ.